ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന മഞ്ജു മുരളി. അവതരണം സാലിം കരുളായി. എഡിറ്റിംഗ് SN ക്രിയേഷൻസ്. കേശവിൻ്റെ ഫ്ലാറ്റിന് മുന്നിൽ നിൽക്കുവാണ് അഞ്ജു. ഒരു റെഡ് ചില്ലി കളർ സാരിയാണ് അവളുടെ വേഷം. അരയോളം വരുന്ന ചുരുണ്ട മുടി കുളിപ്പിനിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. കേശവ് വന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അഞ്ജുവിനെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി. അവൻ്റെ നോട്ടം കണ്ട് അഞ്ജുവിന് വെപ്രാളമായി തുടങ്ങി. വാ കൃഷ്ണ, കേശവ് വിളിച്ചു. ആ. അഞ്ചു കേശവിനൊപ്പം അകത്തേക്ക് കയറി. വലിയ ലക്ഷറി ഫ്ലാറ്റായിരുന്നത് അഞ്ചു ഞെട്ടിപ്പോയി. കൃഷ്ണ, എന്താ കുടിക്കാൻ വേണ്ടത്? സാർ, ഒന്നും വേണ്ട. അതെങ്ങനെയാ, ഒരു കോഫി എടുക്കാം. താനിവിടെ ഇരിക്ക്. കേശവദം പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അഞ്ച് അവിടെയുള്ള സോഫയിൽ നിന്ന് ചുറ്റും നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 കപ്പിൽ കോഫിയുമായി കേശവ് വന്നു. ഒരു കപ്പ് കോഫി അഞ്ജുവിന് കൊടുത്തുകൊണ്ട് കേശവ് അവിടെ ഓപ്പോസിറ്റുള്ള സോഫയിലിരുന്നു. അഞ്ച് കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് കേശവിനെ നോക്കി. കോഫിയിൽ സിപ്പ് എടുത്ത ശേഷം കേശവ് അഞ്ജുവിനോട് ചോദിച്ചു, കൃഷ്ണയുടെ നാട് പാലക്കാടല്ലേ? അതെ സാർ. അവിടെ ഇങ്ങോട്ട് പോരാനുള്ള കാരണം എന്തായിരുന്നു? അത് ജോലിക്ക് വേണ്ടിയാ, വേറൊന്നുമില്ല. അഞ്ചു പറഞ്ഞു. അതിനുവേണ്ടി മാത്രമാണോ? അല്ല, അച്ഛന് വയ്യ. ഉള്ള കാലത്ത് അച്ഛൻ്റെ ഒപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു. വയ്യാതെ ആയപ്പോൾ ആരും ഇല്ലാതായി. അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാ ഞാൻ. അഞ്ചു പറഞ്ഞു നിർത്തി. എന്താ പ്രശ്നം? അത് ഹാർട്ട് പ്രോബ്ലമാണ്. ഒരു സർജറി വേണം. അപ്പോൾ കൃഷ്ണക്ക് അച്ഛനമ്മയെ മിസ് ചെയ്യുന്നില്ലേ? ഉണ്ട്, പക്ഷേ എൻ്റെ അച്ഛന് വേണ്ടി. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം വിട്ടിരുന്നു. ഈ മാസം ലാസ്റ്റ് കൃഷ്ണൻ വീട്ടിൽ പോകുമ്പോൾ എന്നെ കൂടെ വിളിക്കും. ഞാനും കൂടെ വരുന്നുണ്ട്. അതെന്തിനാ സാർ? ഒന്ന് വിളിക്കടോ, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് തൻ്റെ നാട്. ശരി സാർ. പിന്നെ ഏതോ ഫയലൊന്നും ഇല്ലെന്നേ. ഞാൻ തന്നെക്കുറിച്ച് കൂടുതലറിയാൻ. അതെന്തിനാ? അതൊക്കെ ഉണ്ട്, താനിപ്പോൾ ഒന്നും അറിയണ്ട. കോഫി കുടിക്ക്. കേശവ അതും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റു. അഞ്ജുവിൻ്റെ പോക്ക് കണ്ട് ചിരിച്ചുകൊണ്ട് കോഫി കുടിക്കാൻ തുടങ്ങിയിരുന്നു. ഐസിയുവിൽ അജിയുടെ മുന്നിൽ കണ്ണു നിറച്ച് നിൽക്കുവാണ് പൊന്നു. കണ്ണുകളടച്ച് തലയിൽ കെട്ടുമായി കിടക്കുന്നവനെ കാണവേ പൊന്നുവിൻ്റെ നെഞ്ച് നീറിപ്പിടിഞ്ഞുകൊണ്ടിരുന്നു. പൊന്നുവളുടെ കൈ അജിയുടെ കൈയിലേക്ക് ചേർത്ത് വെച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവൻ്റെ മുഖത്തേക്ക് പതിച്ചു. പൊന്നു കുനിഞ്ഞുകൊണ്ട് അജിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. അജിയുടെ കണ്ണ് നിറഞ്ഞു. പതിയെ അവൻ്റെ വിരൽ പൊന്നുവിൻ്റെ വിരലിലാൻ പറഞ്ഞു. പൊന്നുവിൻ്റെ കണ്ണ് പിടർന്നു. അവൾ അജിയെ നോക്കി. അവൻ്റെ കണ്ണുകൾ അടഞ്ഞു തന്നെയായിരുന്നു. ആമി, ആജി വിളിച്ചു. ഇച്ചായ. ആമി പതിയെ വിളി കേട്ടു. മോളെ ആമി, എനിക്കൊന്നുമില്ല. ആജി കണ്ണുകൾ പതിയെ വലിച്ചു തുറന്നുകൊണ്ട് പറഞ്ഞു. ഇച്ച, വേദനിച്ചു ഒരുപാട്? ആമി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇല്ല പൊന്ന, ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ. എന്നാൽ ഇനി സൂക്ഷിക്കണം. പിന്നെ ഈ പച്ചക്കുത്തി കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ആജിയുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പൊന്നു ചോദിച്ചു. നിന്നോട് പറയാത്ത കാര്യം ഇനിയുണ്ടാമി. അത് നീ എൻ്റെ സ്വന്തമാവുന്ന അന്ന്, നമ്മൾ മാത്രമാവുന്ന ആ സമയത്ത് ഞാൻ പറയാം. നമ്മുടെ കാര്യം എല്ലാവരും അറിഞ്ഞു. ആരും എന്നോട് അതേക്കുറിച്ച് ചോദിച്ചില്ല. പിന്നെ അജേട്ടൻ്റെ അച്ഛനമ്മ എന്നോട് മിണ്ടുന്നില്ല. അത് സാരല്ല നീ, എല്ലാം ശരിയാവും. എൻ്റെ ഈ അവസ്ഥ കണ്ട് വിഷമത്തിലായിരിക്കും. ഇച്ചായ, ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ഇച്ചായൻ്റെ കൂടെ ജീവിച്ചാൽ മതി. ഇച്ചായനെ വിളിച്ചാൽ ഞാൻ കൂടെ വരും. അജിയോടുള്ള പ്രണയം അതിൻ്റെ അതിർവരമ്പുകൾ വിട്ടൊഴുകി തുടങ്ങിയിരുന്നു. പൊന്നുവിൻ്റെ കയ്യിലുള്ള അജിയുടെ പിടി ഒന്നുകൂടെ മുറുകി. അവൻ നിറകണ്ണാലെ പൊന്നുവിനെ നോക്കി. അവളുടെ ആ വാക്കുകൾ അവനും പുനർജന്മം നൽകിയിരുന്നു. ആജി ഒന്ന് പുഞ്ചിരിച്ചു. കണ്ണുനീരിൽ കുതിർന്ന സന്തോഷ പുഞ്ചിരി. പൊന്നു പതിയെ അവളുടെ വിരൽ കൊണ്ട് അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഒന്നുകൂടെ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത ശേഷം പതിയെ അവൾ ഐസുവിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇതേ സമയം പൊന്നുവിൻ്റെയും അജിയുടെയും കല്യാണത്തിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു അവളുടെ വീട്ടുകാർ. പൊന്നുവിൻ്റെ അച്ഛനും അമ്മയും ഞാനോ ആദ്യമാണ്. ചെറുപ്പം മുതലേ അവളെ വളർത്തിയത് ഞങ്ങളാണ്. അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അജി. അവൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അവൻ്റെ പെണ്ണ് ഞങ്ങളുടെ മകൾ തന്നെയാണ്. അതെ, പൊന്നുമോളെ പോലൊരു നല്ല പെങ്കൊച്ചിനെ അജിക്ക് വേറെ കിട്ടാനില്ല. രാജനും പറഞ്ഞു. അതച്ഛൻ പറഞ്ഞത് ശരിയാ. അപ്പോൾ അടുത്ത മാസം 1-ാം തീയതി പെണ്ണുകാരിൽ വെക്കാം. 2 പേരോട് ഒന്നും പറയരുത്. അതെ, വേണ്ടാത്തതാണ്. എങ്കിലും 2-നും കൂടെ ഒരു ചെറിയ ശിക്ഷ അങ്ങ് കൊടുക്കാം. ആദ്യമാണത് പറഞ്ഞത്. ഇനി അവിടെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഏട്ടനെ കുറിച്ച് കേട്ടിക്കാൻ. അതിൻ്റെ ആവശ്യം വരില്ല. മാഷ സ്റ്റുഡൻറ്റ് ഇപ്പം നല്ല അടുപ്പത്തിലാണ്. ഭദ്രം പറഞ്ഞു. അത് ഭദ്രട്ടൻ പറഞ്ഞ ശരിയാ. എലീനയുടെ ആ പിടുത്തം കണ്ടാൽ അറിയാലോ. ഇപ്പം എല്ലാം ഒരുമിച്ചാ. നന്ദുവാണതിന് മറുപടി പറഞ്ഞത്. ഇതൊക്കെ എപ്പോ? എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യില്ല. നമുക്ക് കാണാലോ, നന്ദു വീണ്ടും പറഞ്ഞു. നിരഞ്ജന്റെ ബൈക്കിൽ അവനോട് ചേർന്നിരുന്ന് പോവുകയായിരുന്നു എലീന. എലീനയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ണാടിയിലൂടെ കണ്ട നിരഞ്ജൻ ചോദിച്ചു. ദേവു, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തിനാ അതേപോലെ ഒരു മുഖപുര? താൻ ചോദിക്കും മാഷേ.
എലീന അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, തനിക്ക് അജിയോട് പ്രണയായിരുന്നു. നിരഞ്ജൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ എലീനയുടെ മുഖത്ത് പുഞ്ചിരി മാഞ്ഞു. അത് നിരഞ്ജനെ ശ്രദ്ധിച്ചു. അവൻ്റെ മുഖവും വാടി. ചോദിക്കേണ്ടായിരുന്നു തോന്നി അവന്. അതെ ദേവ, ഞാൻ അജേട്ടനെ പ്രേമിച്ചിരുന്നു. പക്ഷേ അജേട്ടൻ ഇഷ്ടം പൊന്നൂനെയായിരുന്നു. അവൾക്കും അജേട്ടനെ ഇഷ്ടമാണ്. ഞാനും പ്രണയിച്ചിരുന്നു പൊന്നൂനെ. കുറേ പുറകെ നടന്നു. പിന്നീട് അവൾ നശിപ്പിക്കാനെന്ന ചിന്തയായി. അതിനുവേണ്ടി നന്ദുവിൻ്റെയും ആദിയുടെയും പ്രണയം തകർക്കാൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചു. ഇവിടെ നിന്നൊക്കെ എന്നെ നിരഞ്ജനാക്കിയത് എൻ്റെ നിത്യമോളാണ്. നിരഞ്ജൻ പറഞ്ഞു നിർത്തി. അതൊക്കെ പോട്ടെ, പാസ് ഈസ് പാസ്. ഇപ്പം ദേവന് ഞാനില്ലേ? ഏലീനെ ചോദിച്ചു. അതെ, ഒരു കുരിശുണ്ട് കൂടെ. നിരഞ്ജൻ കളിയോടെ പറഞ്ഞു. എടാ കള്ള പന്നി, ഞാൻ കുരിശാണല്ലേടാ? എലീന അവൻ്റെ കയ്യിൽ കാടിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മേ, ഈ കുരിശനെ കാടിക്കുന്നേ! നിരഞ്ജൻ ബൈക്കിലിരുന്ന് നിലവിളിച്ചു. അങ്ങനെ വിഷ്ണുവിൻ്റെ അന്ത്യം കഴിഞ്ഞു. നമ്മുടെ കയ്യിലെ പ്രധാന ആയുധം നഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ആജി അവനൊരു രക്ഷകനാണ്, ഭദ്രനും മാദിക്കും അവൻ്റെ കുടുംബത്തിനും. പക്ഷേ ഇതിന് പിന്നിലെല്ലാം നമ്മളാണോ എന്ന് ഭദ്രനറിഞ്ഞാൽ? അവൻ ചോദിച്ചു. അറിഞ്ഞാൽ സൂക്ഷിക്കണം. ഇനി അജിയുടെ മനസ്സിലേക്ക് ഭദ്രനെയും മാദിയെയും കുറിച്ചുള്ള സംശയം കടത്തിവിടുക. ശിവനാഥ് ഗ്രൂപ്പ് അവരുടേതാണെന്ന് അജിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ നടക്കുമോ? അവൻ ചോദിച്ചു. ഞാനാണ് അവൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത്, അനാഥനാക്കിയത്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഡാഡി തന്നെയല്ലേ പറഞ്ഞ് അവൻ്റെ അച്ഛനെ പോലെ നല്ലവനല്ല ഭദ്രനെന്ന്? ഭദ്രനും മാദിയും അജിയും 3 പേരും ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളവരാ, ബുദ്ധിയും ശക്തിയും ഉള്ളവരാ. സൂക്ഷിക്കണം. അടുത്ത നമ്മുടെ ലക്ഷ്യം ആരാ ഡാഡി? അവൻ ചോദിച്ചു. നിത്യ, ഭദ്രൻ്റെ ഭാര്യ. അവളാണ് ലക്ഷ്യം. അവൾക്ക് ചോദിച്ചിരിക്കുന്നത് 2 കോടിയാണ്. ശരി ഡാഡി, അവൻ പറഞ്ഞു. ദുരന്തത്തിൽ നിന്നും കരയോടെടുത്ത തോണിയെ വീണ്ടും ദുരന്തത്തിലേക്ക് തള്ളിവിടാൻ പോവുകയാണ് അവൻ. എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല അതവൻ്റെ മരണമാണെന്നും മരണത്തെയാണ് അവൻ തേടി പോകുന്നതെന്നും. പൊന്നു റൂമിലേക്ക് വന്നതും എല്ലാവരും സൈലൻ്റായിരുന്നു. പൊന്നു പോയി നന്ദുവിൻ്റെ അടുത്ത് ചെന്നിരുന്നുകൊണ്ട് എല്ലാവരെയും മുഖത്തേക്ക് നോക്കി. പൊന്നു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആദ്യ ഗൗരവത്തിൽ ചോദിച്ചു. ഇല്ലാതേട്ടാ. നാളെ കോളേജിലുള്ളതല്ലേ, നാളെ രാവിലെ നമ്മൾ ഡിസ്ചാർജ് ആവും, ഭദ്രൻ പറഞ്ഞു. അത് കേട്ട് പൊന്നു ഞെട്ടി. അവൾ നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നന്ദ അവൾ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ ഇച്ചായനോ? ഇച്ചായനോ? ഏത് ചായൻ? നിത്യ ചോദിച്ചു. അജേട്ടൻ. മോളെ, അവനോട് അവൻ്റെ അച്ഛനും അമ്മയുണ്ടല്ലോ, പിന്നെ ഞാനുണ്ട്. നാളെ അജിയെ റൂമിലേക്ക് മാറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും ഞാനിവിടെ നിന്നോളാം. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ഓക്കെ ആവുന്നില്ല ഡോക്ടർ. പൊന്നു മുഴുവിക്കാതെ നിർത്തി. പൊന്നു, എന്താ നീയും അവന് പ്രേമാണെന്ന് അറിഞ്ഞ് മിണ്ടാതിരിക്കുന്നത് കരുതി വഷളാവുകയാണോ? ഡോക്ടർ പറഞ്ഞതുപോലെ നിന്നെ അങ്ങോട്ട് വിട്ടെന്ന് കരുതി എപ്പോഴും ഇവിടെ നിർത്തണോ? നാളെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. ഭദ്രൻ ചൂടായി. നിത്യഭദ്രൻ്റെ കയ്യിൽ പിടിച്ചമർത്തി. പൊന്നുവിൻ്റെ കണ്ണും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ നന്ദുവിനെ കെട്ടിപ്പിടിച്ചു. ആദ്യം ഭദ്രനോട് കണ്ണുകൊണ്ട് വേണ്ടായിരുന്നെന്ന് കാണിച്ചു. ഭദ്രൻ സാരില്ലെന്ന് പറഞ്ഞെങ്കിലും അവനും വിഷമായിരുന്നു. പെട്ടെന്നാണ് ഡോക്ടർ അങ്ങോട്ട് വന്നത്. പഞ്ചമി ഇവിടെ? ഡോക്ടർ ചോദിച്ചു. പൊന്നു നന്ദുവിനെ പിടിവിട്ട് എഴുന്നേറ്റു. എന്താ ഡോക്ടർ? അജിയോട് സംസാരിച്ചല്ലേ, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, തന്നോട് നല്ല ഇഷ്ടമുണ്ട് അജിക്ക്, ഡോക്ടർ പറഞ്ഞു. അത് കേട്ട് എല്ലാവർക്കും സന്തോഷമായെങ്കിലും അവരത് പുറത്ത് കാട്ടിയില്ല. പൊന്നു അതിനൊന്ന് ചിരിച്ചു. അജിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? അജിക്ക് കുഴപ്പമൊന്നുമില്ല, ലൈറ്റ് ഫുഡ് മാത്രം കൊടുത്താൽ മതിയേ. 2-3 ദിവസം കൊണ്ടൊക്കെ ഓക്കെയാകും. തലയിൽ ചെറിയ വേദന ഉണ്ടാവും, അത് മാറിക്കോളും. ആ ശരി ഡോക്ടർ, പിന്നെ എന്നാ ഡിസ്ചാർജ് ചെയ്യുക? ആദ്യമാണത് ചോദിച്ചത്. അത് ഞാൻ റൂമിലേക്ക് മാറ്റിയ ശേഷം പറയാം. ഡോക്ടർ അതും പറഞ്ഞ് അവിടുന്ന് പോയി. രാത്രിയിലെ നിലാവിനെ നോക്കി കടലോടത്തിരിക്കുവാണ് നിരഞ്ജനും എലീനയും. കരയെ പൊണന്നു പോകുന്ന തിരയെ നോക്കിക്കൊണ്ട് എലീന പറഞ്ഞു. ദേവാ. എലീനെ വിളിച്ചു. എന്താ ദേവു? നമുക്ക് കല്യാണം കഴിക്കാം. പിന്നെന്താ? എന്താ പറഞ്ഞ്? നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന്. നിനക്കെന്തായാലും ഭ്രാന്തായോ? കല്യാണം എന്ന കുട്ടികളാണ് നന്നിൻ്റെ വിചാരം. എടോ ദേവ, നമ്മൾ ഒരേ വൈബല്ലേടാ. അപ്പം പിന്നെ നമ്മൾ കല്യാണം കഴിച്ചാൽ സെറ്റായിരിക്കില്ലേ? നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിയാ, എന്നാൽ ഇതൊരു പണിയാവില്ലേ? ഓക്കെ, ഞാൻ എൻ്റെ അമ്മച്ചോട് പറഞ്ഞ് വേറെ വല്ലവരെ കെട്ടിക്കോളാം. ഒരേ വൈബിൾ ഒരുത്തരെ കെട്ടി അടിച്ച് പൊളിക്കാന്ന് വെച്ചതാ, താനെ കേട്ടണ്ട. യോ അങ്ങനെ പറയില്ലേ, നമുക്ക് കുറച്ച് കാലം പ്രേമിക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം, നിരഞ്ജൻ പറഞ്ഞു. ഇത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആരാദ്യം പ്രൊപ്പോസ് ചെയ്യുന്നേ? ഏലീനെ ചോദിച്ചു. ആരാദ്യം ഈ കാര്യം എടുത്തിട്ടത്? ആളെ തന്നെ പ്രൊപ്പോസ് ചെയ്തോ? ഓക്കെ, ഞാൻ തന്നെ പ്രൊപ്പോസ് ചെയ്യാം. ഏലീനെ തൊണ്ട ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. ചെയ്യ്. ദേവാ, ഐ ലവ് യു, ഏലീനെ പറഞ്ഞു. ദേവു,
ഐ ലവ് യു ടു. നിരഞ്ജനും മറുപടി കൊടുത്തു. ഒരു കടൽക്കാറ്റ് അതിൻ്റെ വീശി. നിരഞ്ജന്റെ കണ്ണിലേക്ക് എലീനയുടെ കണ്ണുകൾ നീങ്ങി. കണ്ണുകൾ പരസ്പരം അടഞ്ഞു. നിരഞ്ജന്റെ മുഖം എലീനയുടെ മുഖവുമായി അടുത്തു. ചുണ്ടുകൾ തമ്മിൽ നിശ്വാസം അകലം നിൽക്കെ ഒരു തിര വന്ന് രണ്ടുപേരെയും നിരയിച്ചു. ഫുഡും കഴിച്ച് അഞ്ചു ഇറങ്ങാനായി നിന്നു. കേശവളുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, ഞാൻ കൊണ്ടാക്കി തരാം. അത് വേണ്ട സാർ, ഞാൻ പൊക്കോളാം. ഹൈ എൻ്റെ കൃഷ്ണ, എനിക്കെന്നെ സാറൊന്ന് വിളിക്കണ്ട. എൻ്റെ അമ്മ എന്നെ കണ്ണാന്നാ വിളിക്കുക. നീ എങ്ങനെ വിളിക്ക്? അത് അഞ്ചു എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു. കൃഷ്ണ, കമ്പനി സാറന്മാർ വരുമ്പോൾ അവരെ സാറെന്ന് വിളിച്ചു. ഓക്കെ കണ്ണേട്ടാ. അഞ്ചു അങ്ങനെ വിളിച്ചു. കൊള്ളാം. കേശവ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു, എന്നെ ഞാൻ പോട്ടെ. എവിടേക്ക്? തന്നെ ഞാൻ കൊണ്ടാക്കി തരാം. ആ വാ. കേശവ അഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചു. അഞ്ചു ഞെട്ടിക്കൊണ്ട് കേശവിൻ്റെ കൂടെ നടന്നു. എലീനയുടെ വീടിന് മുന്നിൽ നിരഞ്ജൻ്റെ ബൈക്കിൽ നിന്നും എലീന ഇറങ്ങി. അപ്പം ശരി ദേവാ എന്ന് പറഞ്ഞ് കൈ കാണിച്ച് പോകാൻ വേണ്ടി നിന്ന് എലീനയുടെ കയ്യിൽ നിരഞ്ജൻ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ പോവാണ് കാമുകി, ഒന്ന് കെട്ടിപ്പിടിക്കടി. ഓ റൊമാൻസ്, എന്താ മോനത്തെ ഒരു കള്ളക്കളി? എലീന നിരഞ്ജൻ്റെ മീശയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, കാമുകി ഒന്ന് കെട്ടിപ്പിടിക്കുവാണെങ്കിൽ പോവാമെന്നൊന്ന് പറയായിരുന്നു. അങ്ങനെയാണോ? കെട്ടിപ്പിടിച്ചേക്കാം എന്ന് പറഞ്ഞ് എലീനെ കാലിൽ വീണ്ടുകൊണ്ട് നിരഞ്ജൻ്റെ കഴുത്തിലേക്ക് മുഖം മുർത്തി കെട്ടിപ്പിടിച്ചു. നിരഞ്ജൻ എലീനയുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് കഴുത്തിൽ മുഖം മുർത്തിക്കൊണ്ട് എലീനയെ ചേർത്ത് പിടിച്ചു. ദേവു, ഞാനൊരു കാര്യം പറയട്ടെ? പറ. എലീന നിരഞ്ജൻ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഈ ലോങ് ഹെയർ ഉണ്ടല്ലോ, ഇത് വല്ലാത്ത ഫീലാണ് ദേവു. നിരഞ്ജൻ എലീനയുടെ തലമുടിയിൽ കോർത്ത് വലിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? അതെ നീ. ആയിക്കോട്ടെ. അതും പറഞ്ഞ് എലീന അവനെ വിട്ട് വീട്ടിലേക്ക് നടന്നുപോയി. പിറ്റേ ദിവസം അജിയെ റൂമിലേക്ക് മാറ്റി. എല്ലാവരും അജിയുടെ അടുത്ത് വന്ന് നിന്നു. അജി, നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ബാത്റൂം ചോദിച്ചു. ഏയ് കുഴപ്പമൊന്നുമില്ലടാ. അജി മറുപടി പറഞ്ഞു. തലവേദനിക്കുന്നുണ്ടോ? ചെറുതായി ഉണ്ടടാ. എന്നാൽ ഡിസ്ചാർജ് ചെയ്യുമോ? നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നൂടെ? അത് പിന്നെ മോനെ, ബുദ്ധിമുട്ടിൻ്റെ കാര്യമാണെങ്കിൽ അതൊന്നുമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് ശരിയാ, എല്ലാവർക്കും അടിച്ചു പൊളിച്ച് അവിടെ നിൽക്കാം. ആ ശരിയാടാ, വരാം. ആദ്യം മറുപടി പറഞ്ഞു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് പോണടാ, ബസ് എടുത്തിട്ട് കുറേയായി. അതാ പൊന്നിവിടെ നിന്നോട്ടെ. അത് കേട്ട് പൊന്നു ഞെട്ടി. അരിക്ക് സന്തോഷമായി. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പൊന്നുവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയായിരുന്നു. ബദലും നിത്യയും മാതിയും നന്ദവും അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആദ്യം പോയത് നന്ദുവിൻ്റെ വീട്ടിലേക്ക് അവളുടെ അമ്മയെ കൂട്ടാനായിരുന്നു. പൊന്നു വാതിലടച്ചുകൊണ്ട് അജിയുടെ അടുത്ത് വന്നിരുന്നു. അജി ചെറു ചിരിയോടെ പൊന്നുവിനെ നോക്കി. അവൾ പതി അജിയുടെ തലയിൽ തലോടി. അജി പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചു. എന്തായാലും നിന്റെ ചേട്ടന്മാർക്ക് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നേ. അങ്ങനെ എനിക്ക് തോന്നില്ല. ഏട്ടന്മാർ എന്നോട് അവരോടൊപ്പം വരാനാ പറഞ്ഞേ. എന്തായാലും അമ്മേ, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട. അജി പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചവനെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും, അങ്ങനെയൊന്നും വിട്ട് കളയില്ല ഞാൻ. പൊന്നു അതും പറഞ്ഞ് അജിയുടെ നെഞ്ചിലേക്ക് തലവെച്ചു. എനിക്ക് ഈ ഒരു വാക്ക് മതിയാമി. അജി പൊന്നുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് യു ചായ. പൊന്നു അജിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഐ ലവ് യു ടു അമ്മേ. അജി പൊന്നുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ബദറിനും ആദ്യം ബസ്സിൽ കയറിയിരുന്നു. കുറേയായി ബസ് എടുത്തതിനാൽ ഇത്തിരി പൊടി പിടിച്ചിരുന്നു. ബദറിനും ആദ്യം കൂടെ അതെല്ലാം വൃത്തിയാക്കി. അജി നമ്മളെക്കുറിച്ച് ഇതുവരെ അന്വേഷിച്ച് തുടങ്ങിയിട്ടില്ല. അവൻ വിഷ്ണുവിൻ്റെ പുറകെയായിരുന്നു. ആദ്യം പറഞ്ഞു, എന്തായാലും ഇനി എനിക്ക് കുഴപ്പമില്ല, എന്തായാലും എല്ലാവരും ഇതൊക്കെ അറിയും. ഇനി എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്നെ അനാഥനാക്കിയവനെ ഇല്ലാതാക്കുക. നിത്യയുടെ അച്ഛനല്ലേ അത്? കാര്യം അവൾ നിന്റെ കൂടെ ഇറങ്ങി വന്നെന്ന് കരുതി അവൾ അച്ഛനെ ഇല്ലാതാക്കാൻ കൂട്ടു നിൽക്കൂ? ആദ്യം ചോദിച്ചു. ഇല്ലടാ, ഇത് ഹരിദാസ് അല്ല ചെയ്തത്. അയാളുടെ അച്ഛനെ സ്വന്തമാക്കിയെന്നല്ലാതെ എൻ്റെ കുടുംബത്തിന് നേരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആരാ ഇതൊക്കെ ചെയ്തത്? എന്തിനു വേണ്ടി? ഉത്തരം ഒന്നേ ഉള്ളൂ, നിന്റെ അച്ഛനോടും എൻ്റെ കുടുംബത്തോടും ഒരേപോലെയുള്ള ആളുടെ പക. ആരായാള്? ആദ്യം ചോദിച്ചു. അറിയില്ല, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാ അവൻ്റെ അന്ത്യം ഞാൻ കുറിക്കും. അവനെ നമുക്ക് കണ്ടുപിടിക്കാനാണോ പ്രയാസം? അത് വിട്, നമുക്ക് ഓഫീസിൽ പോകണ്ടേ? ആദ്യം ചോദിച്ചു. ഓഫീസിൽ നാളെ പോവാം, ഇന്നെന്തായാലും ബസ് ഈ റൂട്ടിലോടട്ടെ. ബാദൻ അതും പറഞ്ഞ് വണ്ടിയെടുത്തു. വീട്ടിലെ അടുക്കളയിൽ തിരക്കിട്ട പണിയില്ലായിരുന്നു നന്ദുവും നിത്യയും ഹരിതയും. നന്ദുവിൻ്റെ അത്ര അടുക്കള പണി വശമില്ലാത്തത് കൊണ്ട് തന്നെ നിത്യ പച്ചക്കറി മുറിക്കാൻ തുടങ്ങി. ആദിയുടെ അച്ഛൻ മരിച്ചധികം വൈകാത്തത് കൊണ്ട് തന്നെ മീനൊന്നും വെക്കാൻ പറ്റില്ല, എപ്പോഴും പച്ചക്കറി മാത്രമാണ്. പെട്ടെന്നാണ് കോളിമ്പലടിക്കുന്ന സൗണ്ട് കേട്ടത്. അത് കേട്ട് നന്ദു പറഞ്ഞു. നിത്യമോളെ, പോയി വാതിൽ തുറന്ന് നോക്കിക്കേ. നന്ദു പറയുന്നത് കേട്ട് പച്ചക്കറി അരിയുന്നത് നിർത്തി വാതിൽക്കലേക്ക് നിത്യ പോയി. വാതിൽ തുറന്ന് നോക്കി നിത്യ മുന്നിൽ നിൽക്കുന്ന രാജനെ കണ്ട് സംശയത്തോടെ നോക്കി.
ഇതെന്ത് പറ്റി? മാമൻ ഇങ്ങ് വന്നോ? നിത്യ ചോദിച്ചു. ഒന്നുമില്ല മോളെ, അവിടെ പൊന്നൂർ അഗനിയും വർഗീസുണ്ടല്ലോ, അതുകൊണ്ടാ, രാജൻ പറഞ്ഞു. ആണോ? മാമൻ കയറി വാ. നിത്യ അകത്തേക്ക് വിളിച്ചതും രാജൻ അകത്തേക്ക് കയറി സോഫയിലിരുന്നു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് നന്ദുവും ഹരിതയും വന്നിരുന്നു. സോഫയിലിരിക്കുന്ന രാജനെ കണ്ട് നന്ദു ചോദിച്ചു, അച്ഛനിങ്ങ് വന്നോ? ആ മോളെ, അവിടെ പൊന്നൂർ അഗനിയും വർഗീസൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അത് ശരിയാ, നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? ഹരിത ചോദിച്ചു. അതൊന്നും വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞ് രാജനെ എഴുന്നേറ്റു. അച്ഛൻ്റെ അമ്മയുടെ റൂമിതേ അവിടെയാണ്, അങ്ങോട്ട് ചെല്ല്. രാജൻ റൂമിലേക്ക് പോയി. ഹരിതയും നന്ദുവും നിത്യയും അടുക്കളയിലേക്കും പോയി.